എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് താഴത്ത് നൽകിയിരിക്കുന്ന 2 ഫയലുകളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. ആ വ്യക്തി സങ്കടപ്പെടാറുണ്ടോ നിങ്ങളെ ഓർത്ത് എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗാണ് നോക്കുന്നത്. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ ഓർത്ത് വേദനിക്കാറുണ്ട്. പലപ്പോഴും പലതും കണ്ടില്ലെന്ന് നടിക്കാനുള്ള മനസ്സ് ഉള്ളൊരു വ്യക്തിയാണത്. പക്ഷെ ചിലപ്പോഴൊക്കെ ഹൃദയത്തിൽ വേദന വന്ന് ഭവിക്കാറുണ്ട്. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ളൊരു വ്യക്തി തന്നെയാണത്. നിങ്ങൾ ആ വ്യക്തിയെ വേദനിപ്പിച്ചപ്പോഴും, നിങ്ങളാൽ വേദനിപ്പിക്കപ്പെട്ടപ്പോഴും, മറ്റ് പലരാലും വേദനിക്കപ്പെട്ടപ്പോഴും മൗനം വചിച്ച് കടന്നു പോയൊരു വ്യക്തിയാണ്. ആ വ്യക്തി നിങ്ങളെ ഒരിക്കലും ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല. അറിയാതെ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും ഒരവകാശവാദവും ഉന്നയിക്കാതെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിലൂടെ ആ വ്യക്തി കടന്നുപോയി. ഒരുപാട് മോഹങ്ങളൊന്നും ആ വ്യക്തിക്കുണ്ടായിരുന്നില്ല. പലരും ആ വ്യക്തിയെ അംഗീകരിച്ചിരുന്നില്ല. ജീവിതത്തിൽ ഇവിടെ കടന്നുപോയപ്പോൾ ആ വ്യക്തിയുടെ വാക്കുകളും പ്രവൃത്തികളും പലർക്കും സ്വീകാര്യമായിരുന്നില്ല. നിങ്ങൾ ആ വ്യക്തിയിൽ ഒരു ഇഷ്ടമുള്ള ഒരാളെ കണ്ടിരുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തിയും നിങ്ങളെയും സ്നേഹിച്ചിരുന്നു. പക്ഷെ പലതരം പ്രതിസന്ധികൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായി. നിങ്ങളെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നതിന് ചിലർ സഹായിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങുമ്പോഴേക്കും പ്രതിബന്ധങ്ങളുമായി ചിലർ സ്ഥിരമായി വന്നിരുന്നു. പ്രത്യേകിച്ച് ആ വ്യക്തിയെ തിരസ്കരിക്കാനായിട്ട് ഒരുപാട് കാര്യം നിങ്ങളോട് പറയുന്ന രീതി ഉണ്ടായിരുന്നു. നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ അകറ്റുവാനായിട്ട് സ്ഥിരമായി ചില ആളുകൾ പ്രവർത്തിച്ചു. അതിനോടൊന്നും പ്രതികരിക്കുന്നതിന് ആ വ്യക്തി തയ്യാറായില്ല. ആ വ്യക്തിക്ക് മനസ്സിലായിരുന്നു പല ഘട്ടത്തിലും സമാധാനത്തോടെ ജീവിക്കാനും സമാധാനത്തോടെ നിങ്ങളെ സ്നേഹിക്കുവാനും ചിലർ സഹായിക്കില്ലെന്ന്. പക്ഷെ അവരിൽ പലരെയും നിങ്ങൾക്ക് വിശ്വാസമായിരുന്നു. നിങ്ങളവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണാൻ ശ്രമിച്ചില്ല. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളായിരുന്നു പലരും ആ വ്യക്തിയെ തിരസ്കരിക്കാൻ നിങ്ങളോട് പറഞ്ഞത്. പലപ്പോഴും നിങ്ങൾ തമ്മിൽ വഴക്കുകളോ പിണക്കങ്ങളോ ഉണ്ടാകുമ്പോൾ നിങ്ങളെ പിന്താങ്ങിയും ആ വ്യക്തിയെ എതിർത്തും അവർ രംഗത്ത് വന്നു. അവരിൽ ചിലർ നേരെ തിരിച്ചും രംഗത്ത് വന്നു. അങ്ങനെ അവരും മറ്റവരും ഒക്കെ ചേർന്നിട്ട് നിങ്ങളെ സങ്കടപ്പെടുത്താനായിട്ട് തുടങ്ങി. നിങ്ങളെ ന്യായീകരിച്ചും ആ വ്യക്തിയെ കുറ്റപ്പെടുത്തിയുമുള്ള ചില പ്രസ്താവനകളും ചില ചിന്തകളൊക്കെ, ചില വാചകങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. പലപ്പോഴും വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങൾക്ക് വേദനിപ്പിക്കേണ്ടി വന്നു. പലപ്പോഴും അറിഞ്ഞുകൊണ്ടല്ലായിരുന്നു, ചിലത് ന്യായത്തിനുമായിരുന്നു. ചില കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് പറയേണ്ടതായിരുന്നു. ചിലത് പറയാൻ പാടില്ലാത്തതായിരുന്നു. ചിലത് അതിൻ്റെ തെറ്റായ രീതിയിൽ ഉൾക്കൊള്ളത് കൊണ്ടുകൊണ്ടാണ്. എങ്ങനെയായാലും എല്ലാ വ്യാഖ്യാനങ്ങളും നിങ്ങളെ അകറ്റുന്ന തരത്തിലുള്ളതാക്കി മാറ്റി. അത് ചിലവരുടെ അജണ്ടയായിരുന്നു. ചിലർക്കത് വേണമായിരുന്നു. ഒരിക്കലും അംഗീകരിക്കപ്പെടാതെ പോയി. ആ വ്യക്തിക്കൊപ്പം ഉണ്ടായിരുന്ന ചില ആളുകൾ നിങ്ങളോട് ഇതേ സമീപനം സ്വീകരിച്ചു. എല്ലാത്തിനും കാരണം നിങ്ങളാണെന്നും, നിങ്ങൾ നേരെയല്ല, നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെയും തിരിഞ്ഞു. ഏതായാലും പ്രതികരിക്കാൻ ശേഷിയില്ലാതെ പോയൊരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തി.
സ്വന്തം അഭിപ്രായം കൃത്യമായി പറയുവാനോ സ്വന്തം വാദഗതികൾ കൃത്യമായി ഉന്നയിക്കാനോ ധൈര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കി ആ വ്യക്തിയുടെ ഒപ്പം ഉണ്ടായിരുന്നവർ ആ വ്യക്തിയുടെ സ്വന്തം അഭിപ്രായം പറയുന്നതിന് അനുവദിച്ചില്ല, സ്വന്തം തീരുമാനം പറയുന്നതിന് അനുവദിച്ചില്ല. അങ്ങനെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം കൊണ്ടും ആ വ്യക്തിയുടെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം കൊണ്ടും അകൽച്ച ഉണ്ടായി. അകൽച്ച ചിലപ്പോൾ ഫിസിക്കലാവണമെന്നില്ല, ഹൃദയത്തിൽ നിന്ന് പോയി. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴും ഒരു അകൽച്ച അവിടെ ഫോം ചെയ്തു വന്നു. ഒരു വിശ്വാസക്കുറവ്, ട്രസ്റ്റ് ഇല്ലാതെയായി. വിശ്വാസം ഇല്ലാതെയായപ്പോൾ രണ്ടും രണ്ട് വഴിക്ക് പോകുന്ന ഒരു നിലപാട് പോലെയായി. വേദനയോടെയാണ് നിങ്ങളതിനെ കണ്ടത്. നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എല്ലാവരും ചേർന്നൊരു തീരുമാനം എടുക്കുന്നു, നിങ്ങളെ അതിൽ ഉൾപ്പെടുത്തുന്നു. ഇങ്ങനെ തന്നെ തീരുമാനിക്കണമെന്ന് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തീരുമാനങ്ങൾ മറ്റുള്ളവരുടേതായിരുന്നെങ്കിലും അത് നിങ്ങളുടേതായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. അവർ തീരുമാനമെടുത്തു, അവർ തിരസ്കരിച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ളവർ അതേ നിലപാട് തന്നെ സ്വീകരിച്ചു. അങ്ങനെ പ്രതിസന്ധിയുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങളെത്തി. സ്വന്തമായി ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോയതിൻ്റെ ഒരു ദൂഷ്യമാണ് നിങ്ങളെ സംബന്ധിച്ചും ആ വ്യക്തിയെ സംബന്ധിച്ചും. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അവരുടെ താളത്തിനൊട്ട് തുള്ളുക. നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിങ്ങളുമായി അടുപ്പമുള്ള ആളുകൾ വന്നെത്തും, അവരുടെ അഭിപ്രായങ്ങൾ പറയും. അവസാനം നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാനോ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനോ അവരെ അനുവദിക്കാതെ അവരുടെ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അത് വലിയൊരു തെറ്റായി മാറിയെന്ന് നിങ്ങൾക്കിപ്പോൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവും. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചതുപോലെയായിപ്പോയി. കൃത്യമായി യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനോ നോ പറയേണ്ടടുത്ത് നോ പറയുവാനോ നിങ്ങൾക്ക് സാധിച്ചില്ല. എന്തുകൊണ്ട്? ആളുകളെ നിങ്ങൾ കൂടുതൽ അഭിപ്രായം പറയുന്നതിനായി, നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് അവരെ ക്ഷണിച്ചു. അതുകൊണ്ടാണ് ഉണ്ടായത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, കുറേ കഴിഞ്ഞു പോയ കാലങ്ങളൊന്നും അത്ര നല്ലതല്ലായിരുന്നു. അത് നല്ല സമയമല്ലായിരുന്നു. ആ സമയത്തെടുത്ത തീരുമാനങ്ങളും വികലമായിപ്പോയി, തെറ്റായിപ്പോയി. ആ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു. തെറ്റ് പറ്റിപ്പോയി. ആ കാലഘട്ടം ഒരിക്കലും ഇനി തിരിച്ചു വരില്ല. ഈ കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മുൻപ് പറ്റിയ തെറ്റുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. കാരണം അതിൻ്റെ അവലോകനങ്ങൾ നടത്താൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് ആ തെറ്റ് തിരുത്താൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ചാണ്. പറ്റും. സർവേശ്വരൻ അനുഗ്രഹിച്ചാൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് പറ്റിയ ഒരു തെറ്റിനെ നമുക്ക് തിരുത്താൻ സാധിക്കും. ഈശ്വര കൃപ ഉള്ളതുകൊണ്ട്, ഈശ്വരൻ്റെ വ്യക്തമായ അനുഗ്രഹത്താൽ നമുക്ക് ആ തെറ്റുകൾ തീർച്ചയായിട്ടും തിരുത്താൻ സാധിക്കും. നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്ത് നിങ്ങളെടുത്തൊരു തീരുമാനം, ആ തീരുമാനത്തിൽ ഒരു തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് പോവുകയാണെങ്കിൽ, നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും കഴിഞ്ഞ കാലത്തെടുത്തൊരു തീരുമാനം, ആ തീരുമാനം നിങ്ങൾക്ക് മോശമായി പോയി. നിങ്ങൾക്ക് രണ്ടുപേരെ സംബന്ധിച്ച് മോശമായി. കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ എപ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന സമയത്തിന് മുൻപോ അതിൽ കൂടുതൽ അകലത്തിലോ കഴിഞ്ഞു പോയൊരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു, അത് തെറ്റായിപ്പോയി. ആ തീരുമാനത്തിൻ്റെ പേരിൽ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തി സങ്കടപ്പെടുന്നുണ്ട്, നിങ്ങളും സങ്കടപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ ചിലപ്പോൾ ഒരാളായിരിക്കും ആ തീരുമാനം എടുത്തത്, മറ്റേ ആൾക്കത് അംഗീകരിക്കേണ്ടി വന്നു. ചിലപ്പോൾ രണ്ടുപേരും കൂടി ആ തീരുമാനം എടുത്തേക്കാം. പക്ഷേ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു മനസ്സ് ഇപ്പോഴും ആ വ്യക്തിക്കുണ്ട്. ആ തീരുമാനം എടുത്തതിൻ്റെ പേരിൽ അത് ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. തീരുമാനത്തിന് കാരണം ഹേതുവായ സംഭവം ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുപോലെ സ്വീകരിച്ചതാകാം. ചിലപ്പോൾ ഒരാൾ മാത്രം സ്വീകരിച്ചതാകാം. മറ്റാൾ ചിലപ്പോൾ അപ്പോൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കരുതെന്ന് പറഞ്ഞു കാണും. ചിലപ്പോൾ നിങ്ങളെടുത്തപ്പോൾ മറ്റേ ആളും പറഞ്ഞു കാണാം, നിങ്ങളുടെ വ്യക്തിയും പറഞ്ഞു കാണാം അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. പക്ഷേ ഇപ്പോൾ തീരുമാനം ഉണ്ടായിപ്പോയിരിക്കുന്നു. ആ തീരുമാനം അതിൻ്റെ നടപ്പിൽ വരികയും ചെയ്തു. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു മനസ്സുണ്ട്. തീരുമാനം നിങ്ങൾ കാരണം എടുത്തതാണെങ്കിൽ അതിൻ്റെ ബാധ്യത അത്രയും വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മനസ്സിലെ ദുഃഖം എപ്പോഴും ഉണ്ട്. ഇനി ആ വ്യക്തി തന്നെയാണ് ആ തീരുമാനം എടുത്തത്,
ആ തെറ്റായ തീരുമാനം ആ വ്യക്തിയുടെ തന്നെ ചോയ്സായിരുന്നു. നിങ്ങൾ അന്നും അത് എതിർത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ എതിർത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വേദനയുടെ ആഴം വർദ്ധിക്കും. ഇപ്പോൾ ആ വ്യക്തി അങ്ങനെ ഒരു വേദന അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എടുത്ത തെറ്റിൻ്റെ വേദന, എടുത്ത തീരുമാനത്തിലുണ്ടായ ഒരു വികലമായ കാര്യം, അതുമൂലം തീർച്ചയായിട്ടും ആ വ്യക്തി വേദന അനുഭവിക്കുകയാണ്. ആ വ്യക്തിക്ക് ദുഃഖമുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ ആ ദുഃഖം തീർച്ചയായിട്ടും തളം കെട്ടി കിടക്കുന്നുണ്ട്. ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയോട് അകമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിലെ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. എൻ്റെ വ്യക്തി, ഞാൻ സ്നേഹിച്ചിരുന്ന വ്യക്തി കടന്നുപോയപ്പോൾ എനിക്കൊരു വേദന ഉണ്ടായിരിക്കുന്നു. ആ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ് എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്നു. കുറേ കാലഘട്ടത്തിൽ നിങ്ങളെ വിശ്വസിക്കാത്തതിൻ്റെ വേദന, ആ വേദന മനസ്സിൽ പേറി നടക്കുന്ന ആ വ്യക്തി നിങ്ങളെ അവിശ്വസിച്ചു എന്ന് ഉറക്കെ പറഞ്ഞപ്പോഴോ, നിങ്ങളെ അവിശ്വസിക്കുന്നു എന്ന് ആ വ്യക്തിയുടെ ആളുകൾ മുഖേന പറയിപ്പിച്ചപ്പോഴോ, പെരുമാറ്റങ്ങളിൽ നിന്നുകൂടെ പറയിപ്പിച്ചപ്പോഴോ ഒന്നും ഇല്ലാത്ത വേദന ഇപ്പോഴുണ്ട്, ഉരുക്കമുണ്ട് മനസ്സിൽ. നിങ്ങൾ അവിശ്വസിച്ചെന്ന് പറഞ്ഞപ്പോഴും ആ വ്യക്തിക്ക് വേദന ഉണ്ടാകാം. കാരണം ആ വിശ്വാസം നിങ്ങളുടെ ഭാഗത്താണെങ്കിലും, വിശ്വാസം പോയത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും, എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ആ വ്യക്തി വിശ്വസിക്കുന്നു. കാലം ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. വേദന ഉണ്ട്, സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളെ ഓർത്ത്. ഞാനില്ലാതെ എന്ത് ചെയ്യും എന്നുള്ളൊരു സങ്കടം ആ വ്യക്തിക്കുണ്ട്. നിങ്ങൾക്കും ഉണ്ടാകാം. ഒരേ ലക്ഷ്യത്തിൽ പോകുന്നവരല്ലേ, ഒരേ മനസ്സുമായിട്ട് പോകുന്നവരല്ലേ. പക്ഷെ മാറ്റമുണ്ടാകും. ഈശ്വരൻ അതിവേഗത്തിൽ തന്നെ നിങ്ങൾക്കൊരു നന്മ നൽകും. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന ആ പോസിറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്കൊരു കരുത്ത് ലഭിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അതിവേഗം സന്തോഷകരമായ വലിയ മാറ്റങ്ങളും ഉണ്ടാകും. അത്ഭുതമാകും. ഈശ്വരന് സാധിക്കും. കഴിഞ്ഞുപോയ കാലത്തിൽ പോലും അകന്നുപോയവരെ കൂട്ടിമുട്ടിക്കാൻ കഴിഞ്ഞു പോകുന്ന ഈശ്വരനാണ് നമ്മുടെ ശക്തി. ഈശ്വരൻ വിചാരിച്ചാൽ മുൻപേ സംഭവിച്ച ഒരു കാര്യത്തെ പോലും മാറ്റിയെടുക്കാൻ കഴിയും. ഈശ്വരൻ അത്ര ശക്തി ഉള്ളതാണ്. അത് ഈശ്വരൻ്റെ കാര്യത്തിൽ ഈശ്വരൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വിശ്വസിക്കുന്ന ശക്തി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നോ എന്നുള്ള വാക്ക് അവിടെ ഇല്ല. തീർച്ചയായിട്ടും നടക്കും. സമാധാനം ഹൃദയത്തിൽ നിങ്ങൾക്ക് നൽകും. ഹൃദയത്തിൽ സമാധാനം കിട്ടി പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കും. ആ വ്യക്തിയുടെ മനസ്സിലെ സങ്കടങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും ഒരുപോലെ ഒരേ സമയത്ത് മാറും. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. പോസിറ്റീവായിട്ട് ജീവിതത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാധിക്കും. എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട്, എല്ലാ പ്രതിബന്ധങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കും. ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കതിൻ്റെ ഒരു ഫലം അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ തീർച്ചയായിട്ടും നിന്നുകൊള്ളുക. ആ വ്യക്തി നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. ആ വ്യക്തി അവസാനമായിട്ട് തീരുമാനങ്ങൾ മാറ്റുന്നു. അതായത് നിങ്ങൾക്കെതിരെ എന്ത് തീരുമാനം എടുത്തപ്പോഴാണ് നിങ്ങൾ സങ്കടപ്പെട്ടത്, അതിനെ ഓർത്ത് ഇപ്പോൾ ആ വ്യക്തി സങ്കടപ്പെടുമ്പോൾ ആ വ്യക്തി അന്നെടുത്ത തീരുമാനം പുനഃപരിശോധിക്കുകയാണ്. അന്നെടുത്ത തീരുമാനം പുനഃപരിശോധിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വ്യക്തി വരുന്നത്. തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ പൈലായ വെളുത്ത മുയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. ഹൃദയത്തിൽ പലപ്പോഴും ഒരുപാട് ദുഃഖം ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. പലപ്പോഴും പലതും തുറന്നു പറഞ്ഞിട്ടില്ല. നേരത്തെ പൈലുകാരെ പോലെ തന്നെ പറയാനും പ്രതികരിക്കാനുമുള്ള കഴിവും വിചാരവും യുക്തിയും ബുദ്ധിയും ഉണ്ടായിരുന്നു. ആദ്യത്തെ പൈലുകാർക്ക് അത് കുറച്ച് കുറവായിരുന്നു. കാരണം എങ്ങനെ പ്രതികരിക്കണം, സ്വന്തം തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാ കഴിവുമുണ്ട്. പക്ഷേ ചില ആളുകളെ ആ വ്യക്തി വിശ്വസിച്ചു പോയി. നിങ്ങൾക്കെതിരായി, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നിങ്ങൾക്കെതിരായിട്ട് ചില ആളുകളെ ആ വ്യക്തി വിശ്വസിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവർ ആ വ്യക്തിയെ വഞ്ചിച്ചു. അവർ നിങ്ങളിൽ നിന്നും ആ വ്യക്തിയെ അടർത്തിയെടുക്കാൻ ശ്രമിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ മൂലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെയും ആ വ്യക്തിക്ക് നിങ്ങളെയും നഷ്ടമായി. അന്നതിൻ്റെ വേദന അറിഞ്ഞില്ല. പക്ഷെ മുന്നോട്ട് പോയപ്പോഴാണ് നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താണെന്നുമുള്ള സത്യം ഞാൻ അറിഞ്ഞതായിരുന്നു ശരി. മറ്റുള്ളവർ എന്നോട് പറഞ്ഞത് തെറ്റായിരുന്നു, എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു. എന്നെയും എൻ്റെ വ്യക്തിയെയും തമ്മിൽ അകറ്റുവാൻ ചിലർ കാണിച്ച ബുദ്ധിയാണ്. അവർക്ക് എന്നെ സ്വന്തമാക്കാനൊക്കെ കാണിച്ച ബുദ്ധിയാണ്. അവർക്ക് കുറഞ്ഞപക്ഷം എൻ്റെ സന്തോഷം കാണാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സന്തോഷം കാണാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു. അങ്ങനെ
അവരുടെ പ്രവർത്തന ഫലമായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നു. ചിലപ്പോൾ കുറച്ച് മുമ്പുണ്ടായ സംഭവമാകാം, ചിലപ്പോൾ കുറച്ച് നാളായിട്ട് കഴിഞ്ഞ സംഭവമായിരിക്കും. എങ്ങനെയായാലും ആ വ്യക്തിയുടെ ചിന്തയിലുണ്ടായൊരു ദൂഷ്യം മൂലം ആ വ്യക്തി നിങ്ങളെ വെറുത്തുപോയി. ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചു ചിലർ. ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹത്തിന് പകരം വെറുപ്പായി മാറി. അങ്ങനെ വെറുപ്പായി മാറിയപ്പോൾ ആ വ്യക്തിക്ക് വിഷമമുണ്ടായി, സങ്കടമുണ്ടായി, ദുഃഖമുണ്ടായി. പക്ഷേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാലം കഴിഞ്ഞ് പോയിരിക്കുന്നു. പറയാനുള്ളത് പറഞ്ഞും പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിച്ചും പോയി. പക്ഷെ ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുകയാണ്. കാരണം തെറ്റിദ്ധരിപ്പിച്ചതാണ് ചിലർ. തീർച്ചയായിട്ടും തെറ്റിദ്ധരിപ്പിച്ചതാണ് അകറ്റാൻ വേണ്ടി. ഒന്നും നേടാനായിരുന്നില്ല, നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും സന്തോഷം കാണാതിരിക്കാൻ വേണ്ടി. പക്ഷേ നേരെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോളൂ. നിങ്ങൾ അടുത്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നതിനേക്കാൾ അടുപ്പം അകന്നിരുന്നപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങളുണ്ട്. നിങ്ങളെ ഓർത്ത് വേദനിക്കുന്ന നിലയിലേക്ക് ആ വ്യക്തി വരാൻ കാരണം നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ആളുകൾ കാണിച്ച ചില പ്രവർത്തികളാണ്. അത് നിങ്ങൾക്ക് നന്മയായിട്ട് വരാൻ പോകുന്നു. ബന്ധം ദൃഢമാകുന്നു. നഷ്ടപ്പെട്ട അവസരങ്ങളേക്കാൾ വലിയ ഓപ്പർച്യൂണിറ്റി, വലിയ സാധ്യതകളും വലിയ അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ആർക്കും ആരെയും എല്ലാ കാലത്തും ചതിക്കാനോ വഞ്ചിക്കുവാനോ അവസരങ്ങൾ മാറ്റി നിർത്താനോ സാധിക്കില്ല. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റുവാനുള്ള എന്തൊക്കെ പ്രവർത്തികൾ നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, ദുരുപയോഗം ചെയ്തുകൊണ്ട് ആരൊക്കെ പ്രവർത്തിച്ചോ ആ പ്രവർത്തനങ്ങളെല്ലാം പരാജയപ്പെടുന്നു. നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നു. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നു. ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾക്കതിൻ്റെ അടയാളങ്ങൾ ലഭിച്ചിരിക്കും. നിങ്ങൾക്ക് ഉടൻ തന്നെ അതിൻ്റെ അടയാളങ്ങൾ ലഭിച്ചിരിക്കും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എന്നത്തേക്കാളും ദൃഢമായി അടുക്കാൻ പോകുന്നു. ഒരു സമയവും കഴിഞ്ഞിട്ടില്ല. പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു മറ്റുള്ളവരെ വിശ്വസിച്ചതിൽ. മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ചപ്പോൾ അവർ ചതിച്ച ചതിക്കുഴിയിൽ വീണ് പരസ്പരം വെറുത്തു, പരസ്പരം അകന്നു. അതിനൊന്നും വേണ്ടിയിരുന്നില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് ഊർജം പകരുന്ന, നിങ്ങൾക്ക് നന്മ നൽകുന്ന ആ ദിനങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. ഒരാൾക്കും നിങ്ങളെ മോശമാക്കാൻ കഴിയില്ല. ഒരാൾക്കും നിങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല. ലോകം മുഴുവനും നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നേടുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെത്തും. പോസിറ്റീവായിട്ട് നിങ്ങളെത്തും. ആരൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളും നിങ്ങൾക്ക് കിട്ടേണ്ട അധികാരങ്ങളും തടഞ്ഞു, അതിന് പകരമായി നിങ്ങൾക്ക് 7 അധിക വഴികൾ തുറന്ന് നിൽക്കപ്പെടും. ഒന്നിന് പകരം 7 അവസരങ്ങളുണ്ടാകും. ആ അവസരങ്ങൾ കൃത്യമായ ചോയ്സുകളാണ്. ഏതെടുത്താലും വിജയിക്കുകയും ഏതെടുത്താലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഒന്നിന് പകരം 7 അവസരങ്ങൾ നിങ്ങൾക്ക് നൽകും. നഷ്ടപ്പെട്ടത് ഒരു അവസരമാണെങ്കിൽ അതിന് പകരം 7 അവസരങ്ങൾ, 7 സാധ്യതകൾ നൽകും. നിങ്ങൾക്ക് 7 മടങ്ങ് സന്തോഷത്തിൽ ഒരുമിച്ച് മുന്നേറാൻ കഴിയും. ആ വ്യക്തിയുടെ സന്തോഷം ആത്മാർത്ഥമാണിപ്പോൾ. കാരണം വഞ്ചിക്കപ്പെട്ടതാണ്. ചിലർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചതിച്ചാണ് നിങ്ങളിൽ നിന്ന് അകറ്റിയത്. ഇപ്പോൾ ആ വ്യക്തിക്ക് മാനസികമായിട്ട് നിങ്ങളോട് വലിയ അടുപ്പമുണ്ട്. നിങ്ങളുമായി അകന്നിരുന്ന സമയത്ത് നിങ്ങളെപ്പറ്റി അറിയാൻ ശ്രമിച്ചു. നിങ്ങൾ വിചാരിച്ചത് നിങ്ങളെ അപ്പാടെ ആ വ്യക്തി മറ്റുള്ളവരുടെ വാക്ക് കേട്ട് മറന്നു കളയുമെന്നാണ്, അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാതിരിക്കുമെന്നാണ്. പക്ഷെ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ത്യാഗം ചെയ്യുകയായിരുന്നു നിങ്ങളെ നഷ്ടപ്പെട്ടത്. അത് ആ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. ജീവിതത്തിൽ എന്നെ സ്നേഹിച്ച ഒരാളെ ഞാൻ വേദനിപ്പിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടിയിരുന്നൊരു വ്യക്തി, എന്നെ ആത്മാർത്ഥമായൊരു വ്യക്തി, ആ വ്യക്തിയെ ഞാൻ ദുഃഖിപ്പിച്ചു. അതിൻ്റെ ഫലം ഞാനിപ്പോൾ അനുഭവിക്കുന്നു. അതോർത്താണ് ആ വ്യക്തി ദുഃഖിക്കുന്നത്. ഇനി നോക്കിക്കോ, ആ വ്യക്തിയും നിങ്ങളും നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ളവരും നിങ്ങളെല്ലാ വെല്ലുവിളികളും മറികടന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ അനുഭവിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു തീരം നിങ്ങൾ അടിയും. ഒരു തീരത്തിൽ നിങ്ങൾ എത്തിച്ചേരും. ആ തീരം നിങ്ങൾക്ക് നല്ല തീരമായിരിക്കും. സമാധാനം ഉണ്ടാവും, നിങ്ങൾക്ക് നന്മയുണ്ടാവും. അവിടെ നിങ്ങൾക്ക് അവസരങ്ങളും, ഒരു പുതിയ നാട്ടിലേക്ക് നിങ്ങൾ എത്തപ്പെടുകയോ അവിടെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുകയോ അവിടെ നിങ്ങളും നിങ്ങളുടെ തലമുറകളും സന്തോഷത്തോടെ ജീവിക്കാൻ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ഉപയോഗപ്പെടുത്താതെ പോയ അറിവ്, മറ്റുള്ളവർ നിങ്ങളെ, ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകറ്റി, നിങ്ങളെ നിരാശമാക്കി, നിങ്ങളെ സന്തോഷത്തിൽ നിന്നൊക്കെ മാറ്റി, ഒരു കഴിവും ഒരു പ്രവൃത്തിയും പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റിയ ആളുകളുടെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ച് ആ പുതിയ സ്ഥലത്ത്, ആ പുതിയ ഇടത്തിൽ
അല്ലെങ്കിൽ പുതിയൊരു ആശയവുമായി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. നിങ്ങളുടെ അറിവിനെ, നിങ്ങളുടെ വാക്കും, നിങ്ങളുടെ വാചകങ്ങളും അക്ഷരങ്ങളും, നിങ്ങളുടെ ചിന്തകളും, നിങ്ങളുടെ ആശയങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയും. അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. സന്തോഷമുള്ളൊരു കുടുംബജീവിതവും, സന്തോഷം എന്നെന്ന് നിൽക്കുന്ന ഒരു സൗഹൃദവും, വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ജീവിതവും, ലവിങ് റിലേഷൻ വിത്ത് ചിൽഡ്രൻസ്, കുട്ടികളുടെ സന്തോഷവും, കുടുംബം, ആ യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ കഴിയും. സന്തോഷം ഉണ്ടാവും. നിങ്ങളൊരു തീരുമാനമെടുത്ത് മുമ്പ് അത് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ വന്നിട്ട് അതെല്ലാം മാറി ജീവിതത്തിൽ മുന്നേറ്റങ്ങളുണ്ടാകും. നിങ്ങൾ ലക്ഷ്യം വെച്ച കാര്യങ്ങൾ ഏതോ വിധി നിങ്ങൾക്ക് നടത്താൻ സാധിക്കും. നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. മനസ്സിൽ ഒരുപാട് നല്ല നല്ല ആശയങ്ങളുണ്ടാകും. ജീവിതത്തിൽ ഇത്രയും കാലം ആ വ്യക്തി ദുഃഖിച്ചിരുന്നു നിങ്ങളെ ഓർത്ത്, ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആവേശം വരികയാണ്. വൈകിയിട്ടില്ല എന്ന് നിങ്ങളും ആ വ്യക്തിയെ കൃത്യമായി പറയും. കാരണം ജീവിതം ഇനിയും ബാക്കി കിടക്കുകയാണ്. അല്ലെങ്കിൽ ഉള്ളിടത്തോളം നമുക്ക് ജീവിച്ച് പൂർത്തിയാക്കണം. സന്തോഷവും സമാധാനവും എല്ലാ തടസ്സങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട്, എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് ക്ലിയറായി സംസാരിച്ച്, മനസ്സ് തുറന്നൊന്ന് സംസാരിച്ച് നമുക്കൊന്ന് ജീവിക്കണം. ഒട്ടും വൈകിയിട്ടില്ല. നിങ്ങളുടെ നല്ല ആശയങ്ങളും ആ വ്യക്തിയുടെ ഒറ്റപ്പെടലും നിങ്ങളുടെ ഒറ്റപ്പെടലും എല്ലാം മാറി ജീവിതത്തിലൊരു സന്തോഷത്തിൻ്റേതായ ദിനങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും. എല്ലാ തെറ്റുകളും പുറത്തുകൊണ്ട്, എല്ലാ തെറ്റുകളും പുനഃപരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും പ്രവർത്തിക്കാനുള്ള നല്ലൊരു സമയം, ഈശ്വര ചിന്തയിൽ നല്ലൊരു സമയം, മുന്നിലേക്ക് ഇറങ്ങുന്ന ഓരോ പ്രവൃത്തിയും എന്തൊക്കെ തേടിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു അതൊക്കെ വലിയ വിജയങ്ങളാകുന്നു. മാറ്റം ആവശ്യമാണ്. മുന്നോട്ടുള്ള പ്രയാണം ആവശ്യമാണ്. ജീവിതത്തിൽ നല്ല ആത്മീയതയും നല്ല ഐശ്വര്യവും നല്ല തീക്ഷ്ണതയുമായി മുന്നോട്ട് പോവുക. എല്ലാ ദുഃഖവും മാറും. ദുഃഖിച്ചിരിക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് അവരൊന്ന് വന്നു കിട്ടിയാൽ എല്ലാം മാറും. പഴയകാലത്തെ ദുഃഖങ്ങൾ അകറ്റുന്ന ഒരു സാന്ത്വനമായിട്ടാണ് അവർ വരുന്നത്. ആ വ്യക്തി എല്ലാ വെല്ലുവിളികളും നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്നു. മുൻപ് നിങ്ങളെ ഓർത്ത് ദുഃഖിച്ച ഒരു മനസ്സ് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ മാറും. പഴയ ദുഃഖങ്ങളെല്ലാം മാറി പുതിയൊരു തുടക്കമാകുന്നു. പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്നു. ഒന്നും ഭയപ്പെടാനില്ല. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.